ഇന്നത്തെ പ്രത്യേകത കുറെ കുന്നും മലയും ഇടങ്ങിയ വഴി കൂടി യാത്ര ചെയ്ത് അവിടെ തൊട്ടേ റിവേഴ്സൊക്കെ എടുത്ത് വണ്ടി കൊണ്ട് അവിടെ കൊണ്ട് കയറി നിർത്തിയിട്ടുണ്ട്. നല്ലൊരു അരുവിയുണ്ട്, വേണേൽ കുളിക്കാൻ പറ്റിയൊരു സെറ്റപ്പാണ് ഇവിടെ. നോക്കട്ടെ, ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഒരു കുളി പാസ്സാക്കണം. കുറേ കാലമായി പോയില്ല കുളിച്ചിട്ട്. ഓൾറെഡി പകുതി ലോഡ് കയറ്റിയിട്ട് അവിടെ നിന്ന് വന്ന് ഇനിയിപ്പോൾ ചെറിയൊരു കുതിരയൊക്കെ ഉണ്ട്, കുതിരയുണ്ട്, ഒച്ചയൊക്കെ ഉണ്ട്. ഡോർ ടു ഡെലിവറി എന്നൊക്കെ പറഞ്ഞാൽ ഡോർ ടു പിക്കപ്പാണ്. വീട്ടിലെന്തോ ചെറിയ വ്യവസായം എന്തോ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ പെല്ലറ്റിൽ അമ്മൂമ്മ എന്തോ എടുത്ത് വെച്ചിട്ടുണ്ട്. കുതിരയുണ്ട്, ഒന്ന് പോയി കുതിരൻ്റെ കണ്ടിട്ട്. Okay, you have a small one. It's very old. Yeah? It's very old. Old? 30 years old. Okay. 30 വയസ്സുള്ള കുതിരയാന്ന് പറഞ്ഞു. ഹായ്, ഹലോ. കടിക്കൊന്നുമില്ലേ? ഹലോ, ഹായ്. കുതിരങ്ങൾ തിരിഞ്ഞെന്ന് വെച്ചാൽ മാറി തന്ന വീഡിയോ എടുക്കട്ടെ. കടി നക്കോ തുപ്പോ ചെയ്താൽ കുടുങ്ങിയ പെരടിയും തിരിച്ചാൽ കാര്യം പറഞ്ഞു. ഓട്ടെ, ഹായ്. അതാണ് കുതിരേൻ്റെ പന്തി. ഞാൻ പോട്ടെ, ലോഡ് ചെയ്യട്ടെ. ബായ്. ആണോ പെണ്ണാണോ പറഞ്ഞ വഴി നമുക്ക് കാണുന്നില്ല. ഞാനിവരുടെ ഫാമിലി ഒരു പ്രത്യേകമായിട്ട് എന്തോ ഉണ്ടാക്കി വെച്ച ഈ ചാക്കിൻ്റെ അത് ഇതുണ്ട്. ഈ വിഭവങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇവിടുന്ന് ലോഡ് കയറ്റിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. വാട്ട് ഈസ് ദാറ്റ്? Roocan. Means for the pellet for the animals or No, for people. peoples. Okay. Your farm here, your farmer. Yeah. Okay. My mill. Yeah, mill. Okay. Mill? This is mill. Yes. Okay, right. This is your own production. This is your made. Yeah. You made this. Yeah. Yes. Yeah, okay. My own. Your gold. Okay. പുള്ളിക്കാരത്തിൻ്റെ മില്ലാണ്. പുള്ളിക്കാരി നല്ലൊരു അന്തരീക്ഷം, നല്ല ചെറു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ വന്നിട്ട് കുളിക്കാണ്ടൊക്കെ പോകാറുണ്ട് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്തിപ്പോൾ കംപ്ലീറ്റ് പേപ്പർ റോളാണ്. അതൊക്കെ ഞാൻ നാളെ കഴുകി വൃത്തിയൊക്കെ എടുത്തതാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു പെല്ലറ്റ് വരുന്നതുകൊണ്ട് ഈ റണ്ണറുമായിട്ട് ഒരു സാധനമുണ്ട്. ഇതിൻ്റെ 2 നിലയിൽ ഇവിടെ ലോഡ് കയറ്റി കേട്ടോ. ഇതിങ്ങനെ താത്തി വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ പെല്ലറ്റ് കയറ്റി വെക്കും. പക്ഷെ ഇന്ന് അത് കയറ്റാനില്ല. ഇന്നിപ്പോൾ ഇന്ന് വെച്ചെന്ന് വെച്ചാൽ ഇവിടെ ഒരു പെല്ലറ്റ് അട്ടിക്കിടുന്നുണ്ട്, അങ്ങോട്ട് പോയി പോകാതിരിക്കാൻ കാർഗോൻ്റെ ഒരു സേഫ്റ്റി. ഇനിയിപ്പോൾ ആ പെല്ലറ്റിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. പുള്ളിക്കാരത്തി ഇങ്ങോട്ട് വന്നെങ്കിൽ അതൊരു നല്ല രസമുണ്ട് അത് കാണാൻ. നല്ല പച്ച പുത്തഞ്ഞ ഗ്രാമാന്തരീക്ഷം, നടുക്ക് കൂടെ ഒരു ചെറിയ തോട്, ഒരു അരുവി, പിന്നെ തൊട്ട് ബാക്കിലായിട്ട് കാട് മാതിരിയാണ് തോന്നുന്നു. അതിൻ്റെ ഇടയിൽ വലിയ ആർഭാടമൊന്നും ഇല്ലാത്ത രീതിയിലൊരു ചെറിയ മില്ലും. ഇതുതന്നെയാണ് ആ കാണുന്നതെന്ന് തോന്നുന്നു പുള്ളിക്കാരിയുടെ വീട്. സോ നല്ല അടിപൊളി ഒരു രസമുള്ളൊരു ഏരിയ. വളരെ സന്തോഷമുള്ളൊരു പ്രഭാതമാണ്. പ്രഭാതം എന്ന് പറയാൻ പറ്റില്ല, ഉച്ചയായി. പക്ഷെ ഇങ്ങനെയൊക്കെ വന്നിട്ട് എവിടെയൊക്കെ നിന്നിട്ട് ഇങ്ങനത്തെ ഒരു കാഴ്ചകൾ കാണുമ്പേ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. ഓൾറെഡി 18 പെല്ലറ്റ് ലോഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 5 പെല്ലറ്റ് ഇവിടെ നിന്നുള്ള ഫുഡ് ഐറ്റംസാണ്. അപ്പോൾ അതിന് അങ്ങോട്ട് ബ്രേക്ക് വിട്ടുമ്പോൾ പോകാതിരിക്കാൻ ഒരു ക്രോസ് ബാർ ഇവിടെ വെച്ച്, പിന്നെ നമ്മുടെ അടുത്ത് ക്രോസ് ബാറിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് ഒരു റണ്ണർ ആ സൈഡത്തെ താഴത്തി ഇവിടെ വെച്ച്. സോ പെട്ടെന്നുള്ളൊരു കുറച്ചുള്ള സപ്പോർട്ടൊക്കെ തരും, കുറച്ചല്ല മാക്സിമം തരും. ഇവിടുന്ന് 3 എണ്ണം കൂടി കയറാനുണ്ട്.
ഇതാ നിൽക്കുന്ന മരം ഉണ്ടല്ലോ, ഇതൊക്കെ മഞ്ഞുള്ള സമയത്ത് വന്ന് നോക്കിയത് അതേ ഷേപ്പിൽ ഐസ് തൂങ്ങി കിടക്കുന്നതാണ് അവർക്ക്. അടിപൊളി ഇതാണ്. ഇതുവരെ വരാത്ത ഒരു പുതിയൊരു ഇത് ഫസ്റ്റ് ടൈം ഇവിടെ വരികയാണ്. വളരെ ചെറിയ നാരോ റോഡ്, ചുരുങ്ങിയിട്ടുള്ള, നല്ല കയറ്റം, നല്ല വൃത്തിയുള്ള ഇറക്കവും. ഇപ്പോൾ വണ്ടി തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോകുമെന്നറിയില്ല. പോകുമ്പോഴുള്ള വീഡിയോയും കൂടി ഞാൻ അതിൻ്റെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ഇത്രയും ടൈറ്റ് റോഡുമ്പോൾ കൂടെ വന്നാൽ ഇവിടെ സ്ഥലം വന്നപ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷേ സ്ഥലം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഇതുമാതിരി വളരെ കാമം ക്വയറ്റായിട്ട് ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുമാതിരി ഉള്ളൊരു സ്ഥലം ഇവിടേക്ക് താമസിക്കാൻ പറ്റിയ ഭയങ്കര ഭാഗ്യാട്ടോ. ആ അമ്മൂമ്മയ്ക്ക് എനിക്ക് തോന്നുന്ന അത് കൊണ്ടുവരുന്ന പുള്ളിക്കാരത്തേക്ക് എനിക്ക് തോന്നുന്നൊരു 70+ ഏജ് ഉണ്ടാവും മിക്കവാറും. പക്ഷെ എപ്പോഴും ചാടി നടക്കുക ഭയങ്കര ഇതിൽ. കാരണം വേറെ ഒന്നുമല്ല, ഇവരെ ഒരു വ്യായാമ രീതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയായതാണ്. പോവാ, ഈ റോഡ് കംപ്ലീറ്റ് വിജൃംഭിച്ചെടുക്കാതെ ഒരാള് ലെഫ്റ്റും ഒരാള് റൈറ്റും. ഓക്കെ, ഞാൻ എന്തായാലും വന്ന വഴിക്കേ പോകുള്ളൂ, കാരണം ഒരു പരീക്ഷ എടുക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, നോക്കിക്കൊണ്ടിരിക്കും വഴി എങ്ങനെയാ. The trip is 496 kilometers. Time is 42 minutes. The trip is. നേരത്തെ ഞാൻ ലോഡ് കയറ്റാൻ പോയ വീട്ടിലെ പിള്ളേരാണ് പട്ടിനെയും കൊണ്ട് നാട് കാണാൻ ഇറങ്ങിയത്. ഇടയ്ക്ക് The trip is 496 kilometers. Time is 41 minutes. എന്തോ ഭാഗ്യത്തിന് ഇങ്ങോട്ട് വണ്ടി വരുന്നില്ല കേട്ടോ. കാരണം അവിടെ കണ്ട ചേച്ചി അമ്മൂമ്മ കാറെടുത്ത് പറന്നുണ്ട് ഫ്രണ്ടിൽ. ഞാൻ പറഞ്ഞിങ്ങനെ ഇങ്ങോട്ട് പോയാൽ ഒരു വണ്ടി എതിരെ കയറി വന്നാൽ കുടുങ്ങിപ്പോൾ ഒന്ന് മുമ്പിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വലിയൊരു അടങ്ങാറില്ല. കൊമ്പും ചില്ലൊക്കെ തട്ടുന്നുണ്ട് കേട്ടോ ടോപ്പ് സൈഡിൽ. The trip is 501 kilometers. Time is 35 minutes. In 300 meters turn left, then keep left. After 200 meters, make a sharp left. Take the second left. ഇവിടെ ഒരു വഴി എത്തിയിട്ടുണ്ട്. Turn left, then in 100 meters turn left. Make a sharp This left. route is open. Then take the second left. Railway crossing ahead. My route is showing is left. Autobahn, I don't. Street. One moment. Yeah, I need to go the left. Okay. പാവട്ട അത് എത്ര വയസ്സുണ്ടെന്നറിയാം പുള്ളിക്കാരി. ഈ പുള്ളിക്കാരി എന്നെ മുമ്പെങ്ങ് വന്നുകൊണ്ട് മാത്രമായി എതിരെ വണ്ടി കയറി വരാത്ത ഒരു ധൈര്യത്തിലങ്ങ് പോകുന്നത്. അങ്ങോട്ട് പോയപ്പോൾ ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു പോയത്. പക്ഷെ എന്നാലും ഓക്കെ ബൈ. After 100 meters, take the second left onto Doripa Bay.
ട്രെയിലർ വരുന്നത് ഇന്ന് തിരിക്കും. ഓക്കെ ബൈ. നിർത്തി കറക്കി എടുത്തത് നോക്കില്ല. Railway crossing ahead. Attention, railroad crossing. Excuse me bro, this road is okay? Turn left. Okay. കൂടെ പോയാൽ എന്തായാലും ഒക്കെ ട്രക്ക് ബാനും മറ്റോ മറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ കഥ എന്നുള്ളത് എല്ലാവരും അറിയുന്നില്ല. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.